ജെന്വിൻ റിവ്യൂ ഞാൻ പറയുന്നത്. അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി ഹാസ് ബീൻ ദ സെയിം. അവൾ വഴക്കൂടത്തില്ല ഞാൻ പറയുന്നില്ല, വഴക്കൂടും. എത്രയൊക്കെ പി ആർ ചെയ്താലും കുറച്ചൊക്കെ കഴിവൊക്കെ വേണം. എന്നാലേ ഈ പി ആർ ചെയ്യുന്നവർക്ക് കട്ട് ചെയ്തിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് വേണ്ടേ, മനസ്സിലായ? ആ ക്ലിപ്പ് കൊടുക്കാനുള്ളത് അവരുടെ കഴിവ്. എന്നാലും വെറുതെ പി ആർ ചെയ്താൽ ആരും ജയിക്കൂല. അത് നന്നായിട്ട് ചെയ്ത് ഏതോ ഒരു സ്ഥലത്ത് വന്നൊരു വിക്കല് വന്നു, മോണാക്ട്. അപ്പൊ മറ്റേ കുട്ടി ആ സ്കൂളിൽ ആദ്യമായിട്ട് വന്നതാ. പക്ഷെ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സാധനമേ എനിക്കറിയില്ല. എന്റെ ബെസ്റ്റ് അപ്പം ഒരു 3-ലോ 4-ലോ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അപ്പൊ എനിക്ക് അവളുടെ ലവ് ആയിരിക്കുമല്ലേ, അപ്പൊ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലേ, അങ്ങനെ ഒരു തോട്ട് വരും. അത് ഈ ബിഗ് ബോസ് അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം മുതൽ സാധാരണ അതിനകത്തുള്ളവരെല്ലാം ഒരു കുടുംബമാണെന്ന് പറയുന്നത്, കുടുംബമായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സീസണിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവരുടെ കോണ്ടന്റ് ഈ ഒരു സീസണിനകത്ത് തന്നെ ഇവർക്കിടയിൽ തന്നെ ഉണ്ട്. ഇവർ തമ്മിൽ തല്ലി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും തേർഡ് പൊസിഷനും ഈ 3 പൊസിഷനിൽ വന്ന 3 പേര് മാത്രമേ ഉള്ളൂ ഈ ഒരു ഷോയുടെയോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും മുന്നിലേക്ക് പോകുന്നത്. അതിന്റെ ഒന്ന് ലെവലിലേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം അവരുടെ 7 അയലത്തൂടെ പോലും പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലൊരു സാധനമായി ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഇതിനകത്ത് വ്യക്തമായിട്ട് ആരാണ് പി ആർ എന്നും എത്ര രൂപയുടെ പി ആർ ആണെന്നും പി ആർ എങ്ങനെയാണ് ചെയ്തതെന്നും അനുമോൾക്ക് കപ്പ് കിട്ടിയ ഒരു സാധനം ഇപ്പോഴും ഇവർ മറ്റേ സ്വപ്ന ലോകത്തെ ബാലഭാസ്കറിൽ ഇരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അത് പുറത്തിരിക്കുന്ന ആൾക്കാരല്ല, ഈ ഷോയിൽ ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന വ്യക്തികളാണ് ആ ഒരു രീതി മെന്റാലിറ്റിയോടുകൂടി ഇപ്പോഴും ചിന്തിച്ചിരിക്കുന്നത്. ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അനുമോളുടെ വീട്ടിൽ എങ്ങാണോ ഒന്ന് പോയി കഴിഞ്ഞാൽ ഓടി അവളെ വീട്ടിനകത്ത് കയറി ആ കപ്പെടുത്തോണ്ടോ അനീഷിന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ഇരിക്കുന്ന ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. എന്തിനാണോ എന്തോ തൃശ്ശൂർ ടൗൺ മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. ഒരു കോമണർ വന്ന് ഈ ഒരു ലെവലിലേക്ക് വരുന്ന സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. നമ്മൾ ആരെ കൊണ്ട് ചിലപ്പോൾ സാധിക്കാത്തൊരു കാര്യം അനീഷ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് പി ആർ ഇല്ലാതെ ചെയ്തതെന്നുള്ള വലിയ തെള്ളൊന്നും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരരുത്. പി ആർ ബലത്തിൽ തന്നെയാണ് അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തി പോയിരിക്കുന്നതും. അത് ഉള്ള കാര്യമാണ്. പിന്നെ അതിനകത്തിന് തർക്കവും കാര്യങ്ങളൊന്നും ഇല്ല. പി ആർ ഇല്ലാത്തതായിട്ട് ആരുമില്ല എന്ന് പി ആറിനെ കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ അല്പമെങ്കിലും നിലവാരമുള്ള അല്ലെങ്കിൽ നിലവാരത്തോടു കൂടി സംസാരിക്കുന്ന പല വ്യക്തികൾക്കും അതിന് വ്യക്തമായ ധാരണയുണ്ട്. പിന്നെ ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് പി ആർ കൊണ്ടല്ലടാ ജയിച്ചത്. പി ആർ കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി ഉറങ്ങിയാൽ പോരെ. ആ ഉറങ്ങുന്ന ക്ലിപ്പ് എടുത്തിട്ടും ഇവരെടുത്തിട്ട് അത് റീച്ച് ആക്കത്തില്ലേ? ബാക്കിയല്ലേ ഇല്ല ഈ നാട്ടിലെന്ന് അത് വൗവൽസം കണ്ടല്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ള കീറിയാൻ പറ്റും. മര്യാദയ്ക്ക് എന്റെ വീഡിയോയ്ക്ക് താഴെ ഹൈപ്പ് കൊടുത്തോളാം. ഇല്ലാന്നുണ്ടല്ലോ എന്താ സ്വഭാവം മാറി. എല്ലാ വീഡിയോയിലും ഈ സംഭവം എന്നെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയിപ്പിക്കാതെ ആദ്യം വീഡിയോ കൊണ്ട് എടുക്കുമ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൊടുക്കുക. ഒരു 3 കുത്തുന്ന ആരുമല്ലോ ഉള്ളടാ. നിങ്ങളുടെ വീട്ടിൽ 2.5 സെന്റ് എനിക്ക് എഴുതി തരാനെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. മര്യാദക്ക് അതൊക്കെ ചെയ്യും. നമ്മൾ തമ്മിൽ തെറ്റ് അണ്ടർസ്റ്റാൻഡ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വീഡിയോയിലെ തലമൂത്തൊരു ഭാഗം, അതായത് തലമൂത്തൊരു ഭാഗം എന്താന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അനുമോളുമായിട്ട് ആ ഒരു ബിഗ് ബോസിൽ ശത്രുത കൂടിയതും അല്ലെങ്കിൽ കപ്പ് കിട്ടിയപ്പം അനുമോക്ക കപ്പ് കിട്ടണ്ടായില്ല എന്ന് കൂടെ നമുക്ക് ഇങ്ങനെ ഒരു പൊസിഷനിലുള്ള ഒരു വ്യക്തി ഇരിക്കും നമ്മൾ കണ്ടു കാണില്ല, അഡ്വക്കേറ്റ് ശൈത്യ. ആ ശൈത്യയുടെ ഒരു മുൻ വീഡിയോ നമുക്കൊന്ന് കാണാം. എന്തുകൊണ്ടാണ് അനുമോൾക്കെതിരെ ഇത്ര ചുരുക്കൊണ്ടാവാനുള്ള കാരണം ഒന്നും അറിയാലോ. സ്കൂൾ ലെവലിൽ തുടങ്ങുമല്ലോ മത്സരം. സ്കൂൾ ലെവലിൽ ഇവള് സെക്കൻഡ് വന്നു. ഫസ്റ്റ് ഇയർ മാത്രമേ സ്റ്റേജിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നന്നായിട്ട് ചെയ്ത് ഏതോ ഒരു സ്ഥലത്ത് വന്നൊരു വിക്കല് വന്നു, മോണാക്ട്. ഫസ്റ്റും കൊടുത്തു. അതിനെക്കാട്ട് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് ഇവളെ. ഇവർ രണ്ടുപേരും അങ്ങ് ഇറങ്ങിപ്പോയി. ഇവക്ക് ദേഷ്യം വന്നു. വേണ്ട, ഞാൻ പറഞ്ഞു നമുക്ക് പോയി പ്രിൻസിപ്പലിനോട് സംസാരിക്കാം, കാരണം പുതിയ പ്രിൻസിപ്പൽ വരുന്നു, നമുക്ക് വർഷങ്ങളായിട്ട് ഇവളാണ് ഇവിടുന്ന് പോകുന്നത്, ജില്ലയിൽ പോകുന്നതെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഇറങ്ങിപ്പോയി വണ്ടിയിൽ ഇരുന്നു. ഞാൻ ആ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങി പോയിട്ട് അവിടെ പോയിരുന്നിട്ട് കരഞ്ഞു. സാറിന്റെ മുന്നേ പോയിരുന്ന അങ്ങ് കരഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ എല്ലാ വർഷവും ഇവളെ എനിക്കുറപ്പായി ഇങ്ങനെ കരഞ്ഞ ഈ അമ്മച്ചി ഉറപ്പായിട്ട് ഇവള് ബിഗ് ബോസിൽ നിന്ന് ഔട്ട് ആയപ്പോഴത്തേക്ക് ലാലേട്ടന്റെ വീടിന്റെ മുന്നിലോ അല്ലെ ചെന്നൈയിൽ ഇവരുടെ പരിപാടി നടക്കുന്ന അവിടെ പോയിരുന്ന് കരഞ്ഞാണ് എങ്ങനെങ്കിലും ഒരു റീ എൻട്രി കൊടുക്കണം എന്നുള്ള കാര്യം അവരൊന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കെ. സ്കൂൾ കലോത്സവം നടക്കുന്നുണ്ട്, എല്ലാ തവണ എന്റെ മോളല്ലേ ഈ പരിപാടിക്ക് പൊക്കോണ്ടിരുന്നത്. ഇപ്പാണ് അവള് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് തൊണ്ടയൊന്ന് ഇടറി. ആർക്കായാലും തൊണ്ട ഇടരുമല്ലോ. ഇതിപ്പോ മത്സരമാണ്, നിങ്ങൾ നോക്കണ്ട. വർഷങ്ങളായിട്ട് എന്റെ മോളല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവളുടെ തൊണ്ട ഒരല്പം ഇടറിയാ പിന്നെ എന്തുവാ. പക്ഷെ പുതിയതായിട്ട് വന്നൊരു കൊച്ചു അവള് നല്ലോണം ചെയ്ത്. പക്ഷെ അവള് പുതിയതായിട്ടാണ് വന്നത്, നിങ്ങൾ ആലോചിക്കണം. അവള് പുതിയതായിട്ട് വന്നതാ, പക്ഷെ അവള് നല്ലോണം ചെയ്ത്. അങ്ങനെ പുതിയതായിട്ടൊരു വന്ന പെണ്ണിന് അടുത്ത വർഷം പോകാമല്ലോ. കണ്ടിന്യൂസ് വന്നോണ്ടിരിക്കുന്ന എന്റെ മോളല്ലേ പോകേണ്ടത്. ഞാൻ പോയി പ്രിൻസിപ്പളിനോട് സംസാരിക്കാനേ. തൊണ്ട ഇടറി എന്ന് പറഞ്ഞപ്പോ എന്തുവാ. ഇപ്പൊ ക്രിക്കറ്റ് കളിയാ, 300 റൺസാ ജയിക്കാൻ. നീ 299 അടിച്ചുള്ളു. പക്ഷെ ഒരു റണ്ണിന്റെ അപ്പുറത്തല്ലേ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് തന്നൂടെ കപ്പ്.
നമുക്ക് ജയിച്ചുകൂടെ? ഇപ്പൊ ഗോളാണെങ്കിലും 3 ഗോള് ഇത് റോഷൻ 2 അടിച്ചല്ല, ഒരെണ്ണത്തിന്റെ കുറവല്ലേ വളരെ എന്ത് വേടാ. അത് ചിലപ്പോൾ ആ സമയത്ത് അടിക്കാൻ പറ്റില്ല, അടിച്ചപ്പോൾ ഗോളി പിടിച്ചില്ലായിരുന്നു, അത് ഗോളായിരുന്നല്ലോ. പിന്നെന്താ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തന്നൂടെ? അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ഇത്രയും വിദ്വേഷവും ദേഷ്യവും വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. എവിടെ ചെന്നാലും ഫസ്റ്റ് ആവണം, മരണ വീട്ടിൽ ചെന്നാൽ ശവപ്പെട്ടി കയറി കിടക്കണം, KSRTC ബസ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണം. ഇതാണ് എന്ന് എനിക്കൊന്ന് പാരമ്പര്യമായിട്ട് വന്നിട്ടൊരു കാര്യം. അതാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുക, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് ഈ ശൈത്യയുടെ കാര്യം ഇവിടെ വെച്ചാൽ അവസാനിപ്പിക്കാം. കൊച്ചു മറ്റേ വാരണാസിയിലോ എവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് മുമ്പ് ഞാൻ നോക്കിയപ്പോഴത്തേന് കായലിൽ കൂടെ തീ ഒഴുക്കി വിടുന്നുണ്ടായിരുന്നു. പോട്ടെ, അങ്ങനെ ഒഴുകി എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടോട്ടെ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചുരുക്കള രണ്ടാമത്തെ ആളുടെ ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്കത് കാണാം. അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് ഡേ തന്നെ ഗെയിം കളിക്കണമായിരുന്നു എന്നെനിക്കൊരു തോന്നല്. അതെനിക്കൊരു കുറ്റബോധം തന്നെയാണ്. കാരണം അനീഷേട്ടനൊക്കെ നമ്മുടെ എൻട്രി സമയത്ത്, അടുത്ത കണ്ടസ്റ്റന്റ് എൻട്രി ആകുന്ന സമയത്ത് പോലും പുള്ളി ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അനു വന്നപ്പോൾ അനുവിനെ ചൊറഞ്ഞു. അപ്പം അതുപോലൊരു ഗെയിം കളിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ക്രീൻ സ്പേസ് കുറെ കിട്ടിപ്പോയാണ്. അതെന്റെ ഏറ്റവും വലിയ ഒരു സങ്കടമാണ്. അതുപോലെ തന്നെ ഒരു PR കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു പോയി സീരിയസ്ലി. കാരണം അവരെല്ലാവരും ആർട്ടിസ്റ്റ് ആണ്, അവരെല്ലാവർക്കും അറിയാം. എന്നെ സംബന്ധിച്ച് എന്നെ അധികം ആൾക്കാർക്ക് അറിയില്ല. ഒരു PR അത് പോസിറ്റീവായിട്ട് ഒരു നല്ലൊരു PR ഉണ്ടായിരുന്നെങ്കിൽ കുറെ ആൾക്കാരിലേക്ക് ഞാൻ എത്തിയാനേ. അതുകൊണ്ടായിരിക്കണം മേ ബി വോട്ട് കുറഞ്ഞു പോയത്. സോ ഒരുപാട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് സ്വപ്നം കണ്ട വേദിയിൽ എത്തിയിട്ട് നിൽക്കാൻ പറ്റാണ്ട് പോയതിന്റെ സങ്കടം ഇപ്പോഴും മനസ്സിലുണ്ട്. വ്യക്തമായ ധാരണ ഇപ്പൊ ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വന്നു കയറിയ നിമിഷം മുതലേ കളിക്കണമായിരുന്നു. അപ്പൊ മനസ്സിലായല്ലോ, വന്നു കയറിയ ദിവസം മുതലേ കളിക്കാത്തതുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. അനുവിനെ സംബന്ധിച്ചും അനീഷിനെ സംബന്ധിച്ചും എന്തായിരുന്നു, വന്നു കയറിയ ദിവസം മുതലേ അവർ കളിച്ചു. പിന്നെ PR ഉണ്ടെങ്കിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ. നെവിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി PR ഇല്ലാതെ ബിഗ് ബോസിലേക്ക് വന്നതാ. നെവിൻ എങ്ങനെയാ നിന്നത്? ആൾക്കാർക്കിടയിലേക്ക് അവൻ കയറി പറ്റി, ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത്. ആ പരിപാടിയെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിൽ മോക്ക് അവിടെ നിൽക്കായിരുന്നു. 10-70 ദിവസങ്ങൾ നിൽക്കുന്നത്. എനിക്കത് 14 ദിവസങ്ങൾ നിന്നുണ്ടല്ലേ, വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14. അതുപോലെ ഒരു കണക്കിലാണ് കുട്ടി അങ്ങ് ഇറങ്ങി പോയിരിക്കുന്നത്. RJ, അതായത് വാഗൊണ്ട് ജീവിക്കുന്ന ആർജവത്തോടു കൂടി RJ പല കാര്യങ്ങളും ചെയ്ത് വന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ചാച്ചന്റെ ഓട്ടോയിൽ കയറി പോയി എന്നൊക്കെ പറയുന്നത്. ഇപ്പം ആ കൊച്ചിനെ അതിനെ സംബന്ധിച്ച് വലിയൊരു കുറച്ചിലാണെന്ന് എനിക്കറിയത്തില്ല. ചാച്ചന്റെ ഓട്ടോയിൽ കയറി പോയത് വലിയ കുറച്ചിലാണെന്ന് എനിക്ക് ചാച്ചന്റെ ഓട്ടോയിൽ കയറി പോയത് വലിയ കുറച്ചിലാണെന്ന്. എന്തൊരു കഷ്ടമാണ്. പട്ടി പോലും ഇഷ്ടപ്പെടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കെ, അത് പട്ടിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അവൻ എന്റെ സമയം കളയാനായിട്ടിരിക്കും. അവസാനം ഞാനും അവനും കൂടി ഇടിയാവുന്ന സെറ്റപ്പിലേക്ക് വരും മിക്കാറും. കൊച്ചിനെ ഞങ്ങൾ മാറ്റിയേക്ക്. അതുകൊണ്ട് വ്യക്തമായ ധാരണ നിനക്ക് തന്നെ ഉണ്ട്. കളിച്ചായിരുന്നെങ്കിൽ അവിടെ നിന്നേനും കുറച്ച് ദിവസം കൂടെ നിന്നേനും ഒന്ന്. പിന്നെ PR ഉണ്ടെങ്കിൽ നിനക്ക് ഇച്ചിരി കൂടെ ബെനിഫിറ്റ് കിട്ടിയേനെ, അത്രേ ഉള്ളൂ. പക്ഷേ PR ഇല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ച വെച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടിൽ നിന്നേനെ. ഇനി കൊച്ചിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. അനുവിന് കപ്പ് കിട്ടിയത്, അതായത് അനു വിന്നർ ആവാൻ കാരണം റീ എൻട്രി ചെയ്തവരെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണെന്നൊക്കെയുള്ള പറച്ചിലുണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തണ്ട, അവന് ഒറ്റപ്പെട്ട് അവിടെ എങ്ങാനും പോയി ഇരുന്നോളൂ. അയ്യോ, നമ്മള് റീ എൻട്രി അതെനിക്ക് അങ്ങനെ ഒട്ടും എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആകട്ടോ ഇത്. കാരണം റീ എൻട്രി ചെയ്ത ആൾക്കാർ അനുവിന്റെ അടുത്ത് സംസാരിച്ചു, അല്ലെ 2 ദിവസം അനുവിനോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ അനുവിന് എങ്ങനെ ആ സമയത്ത് വോട്ട് കയറുന്നത്? അനുവിന് തുടക്കം അനു ആ ബിഗ് ബോസിൽ അതങ്ങനെ പൊതുവെ അങ്ങനെ ഈ മെന്റൽ ആയിട്ടുള്ളവർ ഒരിക്കലും സമ്മതിക്കത്തില്ല ഞാൻ മെന്റലാന്നുള്ള കാര്യം. ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല ഇവൻ മെന്റലാടാ. അത് പൊതു സത്യമാണ്, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. നിങ്ങളാ വീട്ടിൽ പോയി നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ അടിച്ച് തീർത്തിട്ട് പുറത്തോട്ടിറങ്ങി. പക്ഷെ കണ്ടോണ്ട് നിൽക്കുന്നവർക്ക് പെൺകുട്ടി കോർണർ ചെയ്യുന്നതായിട്ട് മനസ്സിലായി. അത് കുറ്റം പറയാൻ പറ്റത്തില്ലെന്നേ. ഒരാളെ കോർണർ ചെയ്യുന്നു പുറത്തുനിന്ന് ഉള്ളവർക്കേ മനസ്സിലാവും. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഒരാളെ കോർണർ ചെയ്യുമ്പോൾ എന്റെ മനസ്സിലുള്ള വികാരവും ദേഷ്യവും കയറിയിട്ടായിരിക്കും 2 ഇടിയും കൊടുത്ത്, അല്ലെങ്കിൽ 2 വാർത്ത അന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ച് അച്ഛനും അമ്മയ്ക്ക് വീട്ടിൽ തുമ്മുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ കൊണ്ടെത്തിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേന് എന്തുവാടാ ഇവൻ ഈ പറയുന്നത്? നാണോ മാനോ ഇല്ലല്ലോ. ആ കൊച്ചിന് എന്തൊക്കെ ഇവൻ പറയുന്നത്? നീ ഒരു ആണാണോടാ, അല്ല നീ ഒരു പെണ്ണാണോടാ, ഒരു മര്യാദ കാണിക്കടാ എന്ന് നമ്മളിങ്ങനെ പുറത്തേക്ക് പറയുമല്ലോ. അത്രേ ഉള്ളൂ. ആ ഒരു സംഭവമാണ് ഈ ഹോട്ട്സ്റ്റാറിലെ വോട്ടിലേക്ക് കൺവേർട്ട് ആയി പോയത്. നിങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്നറിയോ? നിങ്ങളുടെ പേരൊന്നും ഈ അവസാന നിമിഷം വന്ന ഹോട്ട്സ്റ്റാറിൽ ലിസ്റ്റിലില്ലായിരുന്നു. നിങ്ങൾ ചുമ്മാ വന്ന് പ്രഹസനം കാണിച്ചതാ, നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ കാണിച്ചത്. പക്ഷെ ഇവർക്ക് എന്താ പറ്റി? ഇവർക്ക് ഹോട്ട്സ്റ്റാറിൽ മറ്റേ കുത്താനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ കയറിയിട്ട് അരിമോളെ ഒറ്റപ്പെടുത്തി കണ്ടപ്പോൾ കയറി കുത്തി കൊടുത്തു. അതിപ്പോ ഒന്ന് സമ്മതിച്ചേക്ക് സംഭവം അതാണെന്നുള്ളത്. ഇത് സമ്മതിക്കാത്ത എന്താണെന്നറിയോ? മിക്കവാറും അനീഷിന്റെ തന്തയ്ക്കുള്ളി തള്ളക്കുള്ളി കണ്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്റെ കയ്യിൽ ഇരുന്ന കപ്പായിരുന്നു നീയൊക്കെ അവർക്ക് മേടിച്ചു കൊടുത്തത്. വല്ല കാര്യം ഉണ്ടായിരുന്നു കോർണർ ചെയ്യേണ്ടതെന്ന്. പക്ഷെ അനീഷിനെ സംബന്ധിച്ച് ഒരു നല്ലൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടായിരുന്നു അതിനകത്ത്. അനീഷിന് ചെയ്യായിരുന്നു. അത് എനിക്കൊന്ന് വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അനീഷ് ഓൾറെഡി ഈ പെണ്ണിനെ പ്രപ്പോസ് ചെയ്തു. ഒരാളെ പ്രപ്പോസ് ചെയ്യുന്ന ആരെയാ? മറ്റേ എന്താ ദുഷ്ടയായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെയല്ല പ്രപ്പോസ് ചെയ്യുന്നത്. നമുക്ക് അത്രയും ഇഷ്ടം തോന്നി, നമുക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി, കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നി. അതായത് ഫ്രണ്ട്ഷിപ്പിന് മുകളിൽ
ബെസ്റ്റിക്ക് താഴെ അല്ല, അങ്ങനല്ല, എല്ലാത്തിനും മുകളിൽ വരുന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ ഇഷ്ടപ്പെട്ട് അത് കംപ്ലീറ്റ്ലി മനസ്സിലുള്ള ഇഷ്ടമാണല്ലോ അവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ബിഗ് ബോസിന്റെ ഉത്തരവ് ഇടിഞ്ഞു വീണാലും നമ്മൾ കയറി ഇങ്ങനെ നിൽക്കും, മാറണ്ടി എന്റെ ഞാൻ പിടിച്ചോളാന്ന്. അതാണല്ലോ ഈ പ്രണയത്തിന്റെ ഒരു ഉദ്ദേശം, സംഭവം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇവിടെ കോർണർ ചെയ്തപ്പോഴത്തേന് ഈ അച്ചാച്ചൻ പോയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയായിരുന്നു. പോട്ടെ അനു, പോട്ടെ, വിഷമിക്കണ്ട. അണ്ണാ 2 വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അണ്ണാ കപ്പ അണ്ണന്റെ വീട്ടിൽ ഇരുന്നേനായിരുന്നു തൃശ്ശൂര്. അണ്ണാ ചെയ്തില്ല. അണ്ണ അന്നേരം അവിടെ മറ്റേ അണ്ണന്റെ ബിൽഡപ്പ് ഇട്ട് തുടങ്ങി. ഞാനാണല്ലോ കപ്പ്, എനിക്കാണല്ലോ കപ്പ്, അനുവിന് ഇനിയും കപ്പുമില്ല കോപ്പുമില്ല എന്റെ പ്രണയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന്. അതുകൊണ്ടാണ് പറ്റിപ്പോയത്. 2 ആശ്വാസം, 2 കണ്ണീരൊപ്പ്, ഒരു ടിഷ്യൂ എങ്കിലും എടുത്ത് കൊടുത്തൂടായിരുന്നു. കപ്പ് വീട്ടിൽ ഇരിക്കത്തില്ലായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ആ ചേച്ചി ബാക്കി കുറച്ചുകൂടെ കേട്ടിട്ട് ഇതിന്റെ മധുരപ്രധാനമായിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്, അത് ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ നോക്കണം. മത്സരിക്കാൻ വന്ന സമയത്ത് തന്നെ അനുവിന്റെ PR ആയിട്ടുള്ള വിനുചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപ്പ് ഞങ്ങൾ തൂക്കുവന്ന്. അനുവിന് മറ്റേ ബെഡിൽ വെള്ളം കോരി ഒഴിച്ച സീൻ അനുവിന് അറിയാം, എവിടെയൊക്കെ ക്യാമറയുണ്ട്, എവിടെയൊക്കെ കറക്റ്റ് ഫോക്കസ് കിട്ടുന്നുള്ള കാര്യങ്ങളൊക്കെ അനുവിന് അറിയാം. അത് അവളുടെ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ പറയുന്നത്. ആർട്ടിസ്റ്റ് ആണ്, അപ്പൊ നല്ലപോലെ അറിയാം. അപ്പം അനു അവിടെ സോഫയുടെ ഇടയിൽ പോയി കിടക്കുകയാണ്. എന്നിട്ട് അനു പറയുന്നത് ഇവിടെ ക്യാമറ കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ സോഫയുടെ ഇടയിൽ പോയി കിടന്നത്. പക്ഷെ നമുക്കറിയാം കൃത്യ ഫോക്കസ് അവിടെ കിട്ടും എന്നുള്ളത്. ബ്രോ ഇവിടെ ആർട്ടിസ്റ്റ് ആണ്, അതിൻ്റെതായ അഡ്വാൻറ്റേജ്, ക്യാമറ ഫോക്കസ് അതൊന്നും അല്ല. ഇതൊരു ജസ്റ്റ് കോമൺ സെൻസ് ആയിരിക്കും. ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും, ഇവിടെ ക്യാമറ ഉണ്ട്, എനിക്ക് ഇവിടെ നിൽക്കാം, ഇവിടെ അത് ജസ്റ്റ് കോമൺ സെൻസ്. അല്ലാതെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമല്ല, ഈ പറയുന്ന വ്യക്തികൾ ആദ്യമായിട്ടല്ലല്ലോ ക്യാമറ കാണുന്നത്. ഈ ക്യാമറ എന്ന് പറയുന്ന സാധനം റെക്കോർഡ് ചെയ്യാനുള്ളതെന്ന് അറിയാം, അല്ലാതെ റെഫ്രിജറേറ്റർ അല്ലല്ലോ തണുത്ത വെള്ളം വെക്കാനുള്ളത്. അവർക്ക് അറിയാലോ ഇത് എന്തുവാ സംഭവം എന്നുള്ള കാര്യം. അപ്പൊ അത് ജസ്റ്റ് കോമൺ സെൻസ് ആണ്. നമുക്ക് ഇങ്ങനെ നിൽക്കണം, അങ്ങനെ പോകണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്ന്. ചിലപ്പോൾ ഈ പറയുന്ന എനിക്കും ചിലപ്പോൾ ഹൗസിൽ പോയി കാണിക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ ഞാനൊരു മണ്ടനായിരിക്കും. എന്തായാലും വാവുണ്ട്, നമുക്കിപ്പോൾ പുറത്തിന് പറയാമല്ലോ. അതുകൊണ്ട് ചേച്ചി ക്ലിയർ ആയിട്ട് കളിച്ചില്ല, അതുകൊണ്ട് പറ്റിപ്പോയ ഒരു കുഴപ്പം. അതിന് ഇനിയിപ്പം അവക്ക് കപ്പ് കിട്ടിയപ്പോഴത്തേന് മറ്റേ ദിവാൻ പരിഷ്കാരിക്ക് പുട്ടും വടയും കൊടുത്ത് മേടിച്ചതാണെന്നോ, ഉടവാൾ എന്റെ കയ്യിലും മറ്റേത് അവന്റെ കയ്യിലും വന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരിക. പാരലൽ വേൾഡിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വന്ന് ഒന്ന് ഇറങ്ങിയിരുന്ന് ഒന്ന് നിലത്തിരുന്ന് ചിന്തിച്ച് മേലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യസന്ധമായ കാര്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു PR കുറിച്ച് പറയുമ്പോഴത്തേക്കും ജെനുവിൻ ആയിട്ട് എന്താണ് PR എന്നുള്ളൊരു കാര്യം, ഈ PR ചെയ്യേണ്ട ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ചെയ്യാനുള്ള കാരണം എന്താണെന്നോ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്, ഈ PR എന്ന് പറയുന്ന സാധനം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഇത് തമ്മിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിച്ചത് ഈ വർഷമാണ്. അതായത് ഇൻസൈഡിലെ സാധനം അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിനക്ക് PR എന്ന് പറഞ്ഞു. ഇത് എന്നൊക്കെ ഇത് ബിഗ് ബോസിൽ മാത്രമാണ് PR ഉള്ളതെന്നാണ് നിങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്? എല്ലാവർക്കും PR ഉണ്ട്. സിനിമ ഇത് ഈഗിൾ ഗെയിമിംഗ് കുറച്ചധികം വ്യക്തികൾക്ക് എന്തായാലും നല്ലോണം അറിയാവുന്ന ഒരാളായിരിക്കും. ഈ സ്ട്രീമിംഗ് മേഖലയിലേക്ക് നല്ലൊരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ PR കുറിച്ച് വ്യക്തമായിട്ട് ധാരണയുണ്ട്, അല്ലെങ്കിൽ PR കുറിച്ച് പറയുന്ന സത്യസന്ധമായ കാര്യം. ഇപ്പൊ നമ്മളെ പോലുള്ള വ്യക്തികൾക്ക് അറിയാവുന്ന ഒരു കാര്യം PR എന്താണെന്നുള്ളത്. ഇപ്പം പറഞ്ഞു വരുന്ന മറ്റേ എയർപോർട്ടിലൊക്കെ ആൾക്കാർ വരുമ്പോഴൊക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാമറയൊക്കെ എടുത്ത് അതെല്ലാം PR വർക്കിന്റെ ഭാഗമാണ്. ഇവിടത്തേക്കാളും കൂടുതൽ എനിക്കൊന്ന് ബോളിവുഡില്ല ഈ ഒരു സംഭവം കാണുന്നത്. സാർ മേഡം 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 ഇങ്ങനെ ഓടിപ്പോകുന്നത് ഇതെല്ലാം ഒരു ഭാഗമാണ്, ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ സംഭവം. ഷോയിലേക്ക് പോകുമ്പോഴത്തേക്കിന് അവരുടെ നല്ല നല്ല ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തിടുന്നു, അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു, ആൾക്കാർക്കിടയിലേക്ക് ഇന്ന വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നു. ഇതൊക്കെ ഈ വേൾഡിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള വലിയ ഒരു ബിസിനസ് സാധനമാണ്. ഇതിപ്പോ മാത്രമല്ല, നേരത്തെ മുതലുണ്ട്. എന്തായാലും അനുമോളെ കാരണം വീട്ടിൽ ഇരിക്കുന്ന അമ്മമ്മയ്ക്ക് വരെ PR എന്തോ അത് മനസ്സിലായി. മോനെ PR ഞാൻ ഈയിടയ്ക്ക് ഞങ്ങളുടെ അമ്മമ്മയുടെ വീട്ടിൽ ചെന്നിട്ട് വല്യമ്മയുടെ വീട്ടിലോട്ട് പോയപ്പോഴത്തേക്കിന് നീ PR കുറിച്ച് വീഡിയോ ചെയ്തോന്ന്. ഞാൻ ഒന്നോടെ തെറ്റി PR എന്നാണ് പാക്കുന്നല്ലോണ പറഞ്ഞത്. ഇല്ല PR എന്ന് ഞാൻ ചോദിച്ചു, എന്തോ അമ്മ PR വോട്ട് കൊടുക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, വോട്ട് കൊടുക്കുന്നു. ഞാൻ ചോദിച്ചു ആര് വോട്ട് കൊടുക്കുന്നു? അരുമൊക്കെ PR വോട്ട് കൊടുക്കുന്നെന്ന്. അല്ല PR മറ്റേ ഇത് ബ്ലഡ് ബാങ്ക് പോലെ വോട്ട് ബാങ്കാ. നമ്മളങ്ങോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വോട്ട് എടുത്തിട്ട് അത് നിനക്കെന്താ പോസിറ്റീവ് വോട്ട് എല്ലാം എടുത്തോ. ഇതാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലേക്ക് ഈ ആൾക്കാർക്കിടയിലേക്ക് PR എന്ന് പറയുന്ന സാധനം അനു കാരണം ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടല്ലോ. അറിയാത്തവരും അറിഞ്ഞല്ലോ. പക്ഷെ ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന്, ഇതിന്റെ കഥ എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടേ നമ്മൾ സംസാരിക്കാവൂ. നടിമാർക്ക് ഞാൻ നിങ്ങൾ കണ്ടിട്ടില്ല, ഈ ഓൺലൈൻ മീഡിയ ചാനൽസ് ഒക്കെ എയർപോർട്ടിന്റെ വെളിയിൽ സിനിമാ നടന്മാര് വരുമ്പോ പോയി ഫോട്ടോ എടുക്കുന്നത്, ഇത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന നടന്മാരും നമ്മുടെ നാട്ടിലുണ്ട്, സ്ക്രീൻ പ്രസൻസിന് വേണ്ടി. മനസ്സിലായ? PR ഒക്കെ എല്ലായിടത്തും ഉണ്ടറാ. ഇത് ഈ വർഷമാണ് ഇതിനകത്ത് വന്നതെന്നുള്ളൂ. എത്രയൊക്കെ PR ചെയ്താലും കുറച്ചൊക്കെ കഴിവൊക്കെ വേണം. എന്നാലേ ഈ PR ചെയ്യുന്നവർക്ക് കട്ട് ചെയ്തിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് വേണ്ടേ? മനസ്സിലായ? ആ ക്ലിപ്പ് കൊടുക്കാനുള്ളത് അവരുടെ കഴിവ്. എന്നാലും വെറുതെ PR ചെയ്താൽ ആരും ജയിക്കില്ല. അതെനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ് ബിഗ് ബോസ് വിന്നേഴ്സിനൊക്കെ. ഇതാ നമ്മൾ പറയുന്നത് വ്യക്തമായിട്ട് PR കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല.
ശൈത്യയെ സംബന്ധിച്ച് 1.5 ലക്ഷം രൂപയുടെ PR കൊടുത്തെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാണ് എന്താ ഈ ചവറത്ത് പോലും കണ്ണടയ്ക്കൊന്നും തോന്നില്ല കൊച്ചു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ PR മേടിച്ചവർക്ക് ജസ്റ്റ് പൈസ മേടിക്കാനേ പറ്റൂ. അല്ലാതെ നിന്റെ ഈ വീഡിയോ ഈ സാധനം എടുത്തു വെച്ചിട്ട് KGF-ലെ BGM ഒക്കെ കേട്ടിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി കാഴ്ച വെക്കണം ആൾക്കാർക്കിടയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട്. അത്രേ ഉള്ളൂ. ആ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പരിപാടി അനുമോള് Day 1 to Day 100 ചെയ്തു. നല്ല രീതിക്ക് ചെയ്തു. അവൾ ചെയ്തപ്പോഴത്തേക്കിന് നിങ്ങളെല്ലാം കൂടെ അവളൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞോട്ട് അവളുടെ മെക്കോട്ട് കയറാൻ നിന്ന്. അപ്പോഴത്തേക്കിന് അവൾക്ക് ഈ നാക്ക് എന്തോന്ന് മനസ്സിലായി. വരട്ടെ ഹേറ്റേഴ്സോ കമോൺ, എവിടെ ഹേറ്റേഴ്സ്? അപ്പുറം നീ എന്നെ ഹേറ്റ് ചെയ്യുന്നില്ലല്ലോ, പ്ലീസ് ഹേറ്റ് മീ. അവൾ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത്. അത് അവളുടെ അനുഭവം, പരിജ്ഞാനം, പ്രായം ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോഴത്തേക്കിന് ഷീസ് ഫ്യൂ സ്റ്റെപ്പ് ഹെഡ് ഓഫ് യു, അല്ലെ യു ആൻഡ് അസ്, ആരെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. നിങ്ങളെക്കാട്ടിൽ ഒരുപാട് മുകളിൽ അവൾ ചിന്തിച്ചതും ചെയ്തതും അതുകൊണ്ട് പറ്റിപ്പോയതാ. പക്ഷെ അല്ലാതെ നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ PR കുറച്ച് വോട്ട് വാരി ഇട്ട് കൊടുത്തോണ്ട് അനു ജയിച്ചെന്ന് പറയില്ല. വ്യക്തമായ കളി നടന്നു. അണ്ടർഗ്രൗണ്ടിൽ അവൾ നല്ല രീതിയിൽ കളിച്ചു. അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഈ ഒരു ഈ വാക്തർക്കം അങ്ങ് അവസാനിപ്പിച്ച് ഇതിനെ പണ്ടാരം അടക്കണം. ഇതിന്റെ വ്യക്തമായ ഈ ഷോ 100 മുതൽ 100 വരെ കണ്ടിട്ടുള്ള നമ്മുടെ സുജിത് ഭക്തന്റെ ഫാമിലി, അവരുടെ വൈഫ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർക്കൊന്നും സത്യം പറഞ്ഞാൽ ഈ PR ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. അനുമോളെ കുറിച്ച് 10 വാക്കല്ല 1 മിനിറ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് അവർക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവർ വ്യക്തമായ ഒരു ക്ലാരിറ്റിയോട് കൂടി പല കാര്യങ്ങളും ചെയ്യുന്നു. അവർക്ക് ഇപ്പോൾ ഈ PR എന്ന് പറഞ്ഞ സംഭവം ചെയ്തിട്ട് പൈസ മേടിക്കേണ്ട ഒരാവശ്യമില്ല. ഏതാണ്ട് ദുബായിലൊക്കെ അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളെല്ലാം കൂടെ ചെയ്ത് നടക്കുന്നു. അവിടെ സാമ്പത്തിക ഇടപാട് കാര്യങ്ങളെല്ലാം ദുബായി ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സുജിത് ഭക്തൻ. ഇവിടെ വന്നിട്ട് അനിമോളുടെ PR ചെയ്തെന്ന് പറഞ്ഞാൽ 25,000 രൂപയൊക്കെ മേടിക്കേണ്ട. ചുമ്മാ ചെലവ് കളയുന്ന പൈസകൾ അതായിരിക്കും. പിന്നെ അവരുടെ വൈഫ് പറയുന്നത് നോക്കാം. പൊതുവെ എനിക്ക് അനുമോളെ ഇഷ്ടമാണ്. ഞാൻ 99 ഡേ, അതായത് ഫസ്റ്റ് ഡേ മുതൽ ലാലേട്ടന്റെ പ്രീമിയർ എപ്പിസോഡ് തൊട്ട് ഗ്രാൻഡ് ഫിനാലെ വരെ ഞാനും അമ്മയും ഇന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഫുൾ എപ്പിസോഡ്സ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ലൈവിൽ കുറച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടതിൽ വാട്ട് ഐ ഫെൽറ്റ്, ഞാൻ PR അല്ല, ദിസ് ഇസ് മൈ ജെന്യുവൻ റിവ്യൂ ഞാൻ പറയുന്നത്. അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി ഹാസ് ബീൻ ദ സെയിം. അവൾ വഴക്കൂടത്തില്ല ഞാൻ പറയുന്നില്ല. വഴക്കൂടും, എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ നിൽക്കും, ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഒരാളാണ്. ബട്ട് ടു ടെൽ യു ദ ഫാക്ട്, ആ പെണ്ണ് ആദ്യം തൊട്ട് from the day she started in Big Boss, what I felt is she was a targeted person. അവളെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു എല്ലാവരും അവിടെ കളിച്ചുകൊണ്ടിരുന്നതെന്ന് ഞാൻ പറയുന്നു. ശരിക്കും do you think that Anmol is deserving for this? She deserves to win. ഇത്രേ ഉള്ളൂ. ഇതാണ് ഒരു വിഭാഗം അല്ലെങ്കിൽ മെജോറിറ്റി ഈ പറയുന്ന ഈ പെൺകുട്ടിക്ക് വോട്ട് കൊടുത്തിട്ടുള്ള ജനങ്ങൾക്കെല്ലാം മനസ്സിലായ ഒരു കാര്യം ഇതാണ്. അനുമോൾ അവിടെ ആദ്യം തൊട്ട് അവസാനം വരെ കളിച്ചു. ഒന്നുമല്ല, അവൾ അവിടെ കളിച്ചു. അവളെ കോർണർ ചെയ്യാനായിട്ട് അവള് തന്നെ സാഹചര്യം ഉണ്ടാക്കി. ഇത് ജെനുവിനായിട്ട് ഇത് കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകയുടെ വ്യക്തമായിട്ടുള്ള ബിഗ് ബോസിനെ കുറിച്ചുള്ള ധാരണയും അനുമോളുടെ കളിയെക്കുറിച്ചുള്ള ഒരു വീക്ഷണമാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത്. ഇതൊക്കെയാണ് ആൾക്കാർക്കിടയിൽ ഉള്ളത്. പക്ഷെ ഈ ഔട്ടായവരൊക്കെ കിടന്ന് പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഒന്നും അത് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. ഇപ്പൊ ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ആദിലയുടെ നൂറയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ചോദിച്ചോ, ഫൈസൽ മലബാർ ഗോൾഡിന്റെ ആളുടെ വീട്ടിൽ പോയത്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അയാൾ ഇത് ഞാനങ്ങ് വിളിച്ചോണ്ട് വന്നൊന്നും അല്ല, ഇത് ആരണ്ടൊക്കെ വിളിച്ചിട്ട് കയറി വന്നാൽ എനിക്കൊന്നും അറിയത്തില്ല, വിളിച്ചതിൽ ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വെറും തന്തയില്ലായ്മ. അതൊക്കെ വെറും ചെറ്റ സ്ഥലമാണ്. സ്വന്തമായിട്ട് ഇത്രയും വലിയൊരു ബിസിനസ് സംരംഭങ്ങളും കാര്യങ്ങളും നടക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, ഇങ്ങനെ ഒരു തന്തയില്ലായ്മ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അത് ആരെങ്കിലും ഒക്കെ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം അയാളുടെ നിലവാരം. അയാള് എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ നാട്ടുകാർ അങ്ങോട്ട് ഉന്നയിച്ചപ്പെടുത്തി, അയ്യോ അത് ഞാൻ അറിഞ്ഞിട്ടല്ല എന്ന്. അയാള് ഇത്ര പൈസ അണ്ണാണെന്റെ പൈസയുണ്ട്, നിലവാരമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, കുടുംബം, മഹിമ, എല്ലാ സാധനങ്ങളും ഉണ്ട്, സ്വന്തമായിട്ടൊരു നിലപാടില്ലേ. അണ്ണ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് അടുത്ത മാറ്റുന്നു, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മാറുന്നു, ഇവിടെ ഇങ്ങോട്ട് ചാടുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഒരു സംഭവത്തെ കുറിച്ച് തൊപ്പിയുടെ ലൈവിനകത്ത് ഒരു സംഭവം പറയുന്നുണ്ട്, യാദില നൂറ ഇഷ്യൂവിനെ കുറിച്ച്. അത് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. ഇതും വന്നിട്ടുണ്ട്. ഈ ആദില നൂറ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, മനസ്സിലാവും. അല്ല, നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവര് ഹേറ്റേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്, മനസ്സിലായി. ഈ ഹേറ്റേഴ്സ് ചിലപ്പോൾ പോയിട്ട് പുള്ളിനോട് ഇതാക്കിയിട്ടുണ്ടാവും. അപ്പം പുള്ളി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിലെങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഫൈസൽക്ക് എന്താന്ന് അതിൽ അപമാനിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഗസ്റ്റിനെ അയാൾ ചിന്തിക്കാത്തൊരു ഗസ്റ്റും കയറി വന്നിട്ട് മുന്നിൽ കയറി വന്നിട്ട് ചിരിച്ചുകൊണ്ട് കൈയെടുത്ത് സ്വീകരിച്ചു, മനസ്സിലായി. അവിടെ മൊത്തം അവരെ ചുറ്റി കാണിച്ചു, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു വിട്ടത്, അല്ലേ. അത് എങ്ങനെ ഡിസ്റെസ്പെക്റ്റ് ആവും. പിന്നെ അതിന് ശേഷം ഇട്ട പോസ്റ്റ് അത് സമൂഹത്തിനോട് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇതിന് അത് മനസ്സിലായി, നമ്മളൊരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യണം. നമ്മൾ LGBTQ കൂടെ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നില്ല, ഈ 2 സ്റ്റാൻഡുള്ളൂ. ഇതിൽ ഒരു സ്റ്റാൻഡ്
നിൽക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്, മനസ്സിലായി. ഇതെന്ന് വെച്ചാൽ ഒരു ടീമിനെ നമ്മൾ ഹേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ടീമിനെ ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, എന്താണ് സ്റ്റാൻഡ് എന്നുള്ളതാണ്. ഇതിനെ കുറിച്ച് പല വ്യക്തികൾക്കും പല അഭിപ്രായങ്ങളായിരിക്കും. ഞാൻ എന്നാ എന്റെ ഈ ഒരു കാര്യം പറയാം. തൊപ്പ് ഈ പറഞ്ഞിരിക്കുന്നത് വെറും തെമ്മാടി തരുവാ. അവിടെ വന്നപ്പോഴത്തേക്കിന് ഷേക്കാൻഡ് കൊടുത്ത് വിട്ടു. ഞാൻ ആ വീഡിയോ കൃത്യമായിട്ട് കണ്ടതാ. ആദിലേക്ക് ഷേക്കാൻഡ് കൊടുത്തതിന് ശേഷം നൂറ വന്നിട്ട് ഷേക്കാൻഡ് കൊടുക്കാൻ നിൽക്കുന്ന നൂറയ്ക്ക് കൈ നീട്ടുക. ഈ പുള്ളി അങ്ങോട്ട് കൈ നീട്ടുക. നൂറയ്ക്ക് എന്നാ ഷേക്കാൻഡ്, എന്നാ രണ്ടുപേരും കൂടെ ഷേക്കാൻഡ്. ഈ ഷേക്കാൻഡ് ചെയ്തു പോകുന്നു. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് അയാൾക്ക് ഈ പറഞ്ഞ വീടെല്ലാം കാണിച്ചു കൊടുത്ത് കഴിക്കാൻ ആഹാരം കൊടുത്ത് ഇതെല്ലാം ചെയ്ത് സന്തോഷമായിട്ട് അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് ഞാൻ അറിയാതെ ഇവർ വന്നത് നാണമില്ലാത്ത പരിപാടിയാ, ഞാൻ അതിൽ ഖേദിക്കുന്നു ഇവരെ വീട്ടിൽ കയറ്റിയത്, ഞാൻ ഇനി ആവർത്തിക്കത്തില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എന്തുവാടാ ഇത്? ഈ കോഴി അറക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് മറ്റേ വെള്ളം കൊടുക്കുന്ന പരിപാടിയോ, മാടിനെയൊക്കെ അറക്കാൻ ചിലപ്പോൾ ആ സംഭവം തന്നെ ആയിരിക്കും. അതായി കാണിച്ചു കൂട്ടിയത്. അല്ല, ഇതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. കയ്യിൽ ഇരുന്ന് കിട്ടിയത് ഒരു അബദ്ധമാണ്. ഒന്നെങ്കിൽ ആ അബദ്ധത്തെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക, അല്ലാതെ അവിടെ ചാടി ഇവിടെ ചാടി ഇങ്ങനെ പോകുന്ന ഒരു പരിപാടിയല്ല. അതുകൊണ്ട് തൊപ്പി പറഞ്ഞ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചില വ്യക്തികൾ ഇങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ അത് ഒരു ജെനുവിൻ വേയിലേക്കൂടെ നോക്കുമ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു ഈ ഒരു കമ്മ്യൂണിറ്റി വളർന്നു വരണം എന്നല്ല, ഒരു ജെനുവിൻ വേയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോലെ തന്നെ കഴിക്കുകയും കുടിക്കുകയും ഉറങ്ങുകയും എല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യജീവൻ തന്നെ അത്. അതുപോലെ ഒരു മനുഷ്യജീവന് നമ്മളെപ്പോലെ തന്നെ ഒരു മനസ്സുണ്ട്. അവർക്ക് ഈ പറയുന്ന ശാരീരികമായിട്ടായിരിക്കും മറ്റൊരു വ്യക്തിയോട് അട്രാക്ഷൻ വരും. പക്ഷെ മനസ്സെന്ന് പറയുമ്പം എന്നെ ചീത്ത വിളിച്ചാൽ എനിക്ക് വിഷമം വരുമായിരിക്കും, അതുപോലെ തന്നെ അവളെ ചീത്ത വിളിച്ചാൽ അവൾക്കും വിഷമം വരുമായിരിക്കും. അതേ വിഷമം നമുക്ക് രണ്ടും. ഇപ്പൊ എന്നെ ഒരു വീട്ടിൽ വിളിച്ചിട്ട് കയറ്റിയിട്ട് തിരിച്ചറിഞ്ഞിട്ട് ഇതുപോലെ സമൂഹ മാധ്യമങ്ങൾ ഇത്രയും ആക്ഷേപിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേന് ഒബ്വിയസ്ലി എനിക്കത് വിഷമം വരത്തില്ലേ? ഞാൻ സാഡ് ആയിട്ടിരിക്കത്തില്ലേ? ആ സംഭവം തന്നെ ആയിരിക്കും ആ രണ്ട് പെൺകുട്ടികളോട് അവിടെ അനുഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിളിച്ചു വരുത്തി ചെയ്തതും മറ്റേത് കാര്യങ്ങളൊന്നും പറഞ്ഞു വരില്ല, അതൊന്നും നല്ല കാര്യമൊന്നുമല്ല. ഇപ്പൊ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യം, അനുമോള് കപ്പ് പൊട്ടിയതിനെ കുറിച്ച് ഇപ്പോഴും വലിയ ധാരണ ആർക്കും ഇല്ല എങ്ങനെയാണെന്നുള്ളൊരു കാര്യം. ധാരണ ഈ വീഡിയോയോട് കൂടി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. പിന്നെ LGBTQ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തെക്കുറിച്ചും അത് ലീഗലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുക. അതായത് കോമൺ ആക്കുന്ന രീതിയിൽ. കോമൺ ആകുന്ന സത്യം പറഞ്ഞാൽ നല്ല കാര്യമൊന്നും അല്ല. ഈ പറയുന്ന പ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ അവസാനിക്കും. ആണും കൂടെ കിട്ടിയിട്ട് എന്തോ ഉണ്ടാവാനായില്ലേ? പെണ്ണും കൂടെ കിട്ടിയിട്ട് എന്തോ ഉണ്ടാവാൻ ഒന്നും ഉണ്ടാവത്തില്ല. അഡോപ്റ്റ് ചെയ്യാൻ പോലും വേറെ കുട്ടികളില്ലാത്ത പിന്നെ വല്ല പട്ടിക്കുഞ്ഞിനെയൊക്കെ അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരാകുമ്പോൾ പിന്നെ ആണും പരിപാടിയൊന്നുമില്ല. ആണും പെണ്ണും തമ്മിൽ തന്നെ ഒറ്റ പ്രസവത്തിൽ 8 എണ്ണം വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ വല്ലതൊക്കെ ചിലപ്പോൾ ഇനി ഭാവിയിൽ ഉണ്ടാവേണ്ട അവസ്ഥയായിട്ട് വരത്തുള്ളൂ. ചേട്ടൻ ഇന്നിട്ട വീഡിയോ ഇല്ലേ, അതിൻ്റെ അകത്ത് ഒരു ആൻറ്റി പറയുന്നുണ്ടല്ലോ, അത് ഭയങ്കര കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ബിഗ് ബോസിലായിരുന്നപ്പോഴും അതിലെ നൂറ പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണോ അത് ഞങ്ങൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ മതി, ബാക്കിയുള്ളവർ നമ്മളെ റോൾ മോഡലാക്കാൻ ഞങ്ങൾ പറയുന്നില്ല എന്ന്. എങ്കിൽ പോലും കൊച്ചുകുട്ടി ഇപ്പം 18 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ ഇച്ചിരി ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം കുഞ്ഞു കുട്ടികളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടീനേജ് പ്രായമാകുമ്പം ക്യൂരിയോസിറ്റി ഉള്ളൊരു ടൈം ആണത്. അപ്പം നമ്മൾ ഇങ്ങനെയുണ്ടോ മീൻസ് നോർമലി ഒരാണ് പെണ്ണ് അങ്ങനെയല്ലേ. അപ്പം ആ പെണ്ണാണെങ്കിൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആണും ആണെങ്കിൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഇപ്പം അവർ സ്ട്രെയിറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ ആണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും, മനസ്സിലായില്ലേ? ഇത് ഇപ്പം ഇല്ലോളന്തരി ടിക്ടോക്ക് സമയത്ത് 18 വയസ്സിലെല്ലാവരും ഒളിച്ചോടി കല്യാണം കഴിച്ചില്ലേ, അത് ഒരാളോടി 2 ആളോടി പിന്നെ അത് ട്രെൻഡായി. ആൾക്കാർ ഇതിങ്ങനെ അതായത് ആ ഒരു ഏജിലുള്ള പിള്ളേർ അതിനങ്ങ് നമ്മളെ ഇപ്പം പാരൻസ് എന്താണോ കാണിക്കുന്നത് അത് ആണ് കുട്ടികൾ ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് അന്ന് ഇങ്ങനെ മൊബൈൽ ഫോൺസ് അങ്ങനത്തെ കാര്യമല്ലല്ലോ. കുട്ടികൾ എന്താണ് കാണുന്നത്, പാരൻസിനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ ആരെന്താ വെച്ചാൽ നെയ്ബേഴ്സിനെ അവരെയാണ് കാണുന്നത്, അതുപോലെ അനുകരിക്കുന്നത്. ഇപ്പം കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോണിൽ എന്താണോ കാണുന്നത് അതാണ് കറക്റ്റ്, അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് കുഞ്ഞിലേ അത് മനസ്സിൽ അവർ ഇങ്ങനെയാണ് ഇത് ശരിയാണെന്ന് പറയുമ്പം ഓക്കെ എൻ്റെ ബെസ്റ്റ്. അപ്പം ഒരു 3-ോ 4-ോ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ എനിക്ക് അവളുടെ ലവ് ആയിരിക്കുമല്ലേ, അപ്പോൾ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമല്ലേ, അങ്ങനെ ഒരു തോട്ട് വരും. അത് നോർമലൈസ് ചെയ്യുന്നത് ഭയങ്കര തെറ്റാണ്. ഇപ്പം അവരാരോ കല്യാണം കഴിക്കട്ടെ, അല്ലെങ്കിൽ ആണിനെ കല്യാണം കഴിക്കോ, പെണ്ണിനെ കല്യാണം കഴിക്കോ, അവരെ ഇവിടെ നിന്ന് എടുത്ത് കളയണമെന്ന് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞ, അവർ ബാക്കിയുള്ളവരെ പോലെ തന്നെ ജീവിച്ചോട്ടെ. പക്ഷേ ബിഗ് ബോസ് പോലുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുമ്പോൾ കുഞ്ഞു മക്കളാണ്, അല്ലെങ്കിൽ അത് 18+ കാറ്റഗറിയിലായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 16+ കാറ്റഗറി ഷോയിൽ കൊണ്ടുവന്നാലും കുഴപ്പമില്ല. കുഞ്ഞിലേ ഇവരിത് കാണുമല്ലേ, കാണുമ്പോഴത്തേന് ഇപ്പം ബിഗ് ബോസ് കാണുന്ന വീട്ടിൽ കുഞ്ഞു മക്കൾ വരുമ്പം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെയും കുഴപ്പമില്ല ചേട്ടായി. ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്ന ടൈമിൽ
എന്താണ് നമുക്ക് പോയി പിള്ളേരെ കണ്ണു പൊത്താൻ പറ്റുമോ? അതായത് ആദില നൂറ വരുമ്പോൾ അല്ലെങ്കിൽ അവർ നോർമലി ഇരിക്കുന്ന മാത്രമല്ലല്ലോ അത് കാണിക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന, ഉമ്മ വെക്കുന്ന, അവരുടേതായിട്ടുള്ള റൊമാൻറ്റിക് ടോക്സ് ലൈവിലാണെങ്കിൽ കുൽസിത കാര്യങ്ങൾ സംസാരിക്കുന്ന ഒക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ പിള്ളേർ കാണുന്നില്ലേ? അപ്പം ആദില നൂറ വരുമ്പോൾ മാത്രം അച്ഛനും അമ്മയും പോയി പിള്ളേരെ കണ്ണു പൊത്താൻ പറ്റുമോ? ഇതൊരു കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ലൊരു ബാഡ് ഇൻഫ്ലുവൻസ് ആവും. ഇപ്പം തന്നെ ഈ ഒരു എന്താണ് പ്ലസ് 1 പ്ലസ് 2 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ഒരു വിചാരം 18 വയസ്സാവുക, എല്ലാവരും അല്ല എന്നാലും യൂട്യൂബൊക്കെ കാണുന്ന ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നവരുടെ വിചാരം 18 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 19 വയസ്സാകുമ്പം ഇപ്പം ലൈൻ ഉണ്ടല്ലോ, ആ പുള്ളിനെ കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, മതി, റീച്ചായി എല്ലായി ആ ഒരു ഇതിലാണ്. ഞാൻ ആരും എടുത്തു പറയുന്നില്ല, ഇതുപോലുള്ളവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന, അവർക്ക് ഹൈപ്പ് കൊടുക്കുന്ന, അതൊക്കെ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം, സപ്പോർട്ട് ചെയ്തോ കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ വ്യക്തമായ ഒരു ധാരണ എനിക്ക് ഇതിനെ സംബന്ധിച്ചുകൊണ്ട് അതും കൂടെ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവസാന ഭാഗത്തിലേക്ക് ഈ വീഡിയോയിൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയത്. അപ്പം ശരി എന്നാ.